എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്നാണ്. ആസ് എ ടീച്ചർ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും എൻ്റെ ആവുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു 6:20 എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യും ഫ്രം യാത്ര തൊട്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. നല്ല ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് അൽനാദ ഭാഗത്താണ്. അപ്പോൾ അൽനാദയിൽ മാത്രമല്ല, മോർണിംഗ് അവേഴ്സ് പൊതുവെ എല്ലായിടത്തും ഭയങ്കര ട്രാഫിക്കാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു 6:50 ഒക്കെ കഴിയുമ്പോഴോട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. ആ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാം ആൻഡ് ക്വയറ്റൊക്കെയാണ് കാര്യങ്ങൾ. കാര്യം അവിടെ അത് അത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. അതൊരു ജസ്റ്റ് ഒരു ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ആ റഷൊക്കെ പൊതുവെ ഒന്ന് കുറഞ്ഞു കിട്ടാറുണ്ട്. 7:30 എൻ്റെ ടൈമിങ്. ഞാൻ ഇന്ന് 7:18 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ എത്തുന്ന സമയത്ത് ഞാൻ കാറിൽ തന്നെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഒരു മീ ടൈമൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഒരു 7:25 കൂടെയൊക്കെ പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ ഒരു 7:25 ആയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി നടന്നു, ഉള്ളിലെത്തി പഞ്ചിനൊക്കെ ചെയ്ത്. ഇതെൻ്റെ ക്ലാസ്സിലേക്കുള്ള ഹോൾവേ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറ്റ്ലിയർ റൂമിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പൊതുവേ എത്തിച്ച് നോക്കുമല്ലോ. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ് ഇവൻ്റ് നടക്കാൻ പോവാണ് ഇന്ന്. അപ്പോൾ അവരതിനുള്ള ഭയങ്കരമായ പ്രിപ്പറേഷനിലാണ്. ബലൂൺസ് ഉണ്ടാക്കുന്നു, ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നു, പെയിൻറ്റ്സ് റെഡിയാക്കി വെക്കുന്നു, പിന്നെ ക്ലാസ് ടീച്ചർ ഇരുന്ന് എന്തൊക്കെയോ വരക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കിൽ നിൽക്കുന്നൊരു സമയമാണ്. കാരണം ക്ലാസ് ഇവൻ്റ് നടക്കുമ്പോൾ പാരൻസ് കൂടി വരും. കുട്ടികൾ മാത്രമല്ല, പാരൻസും കൂടി വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ പാരൻസിനെയും കൂടിയും ഹാപ്പി ആക്കാവുന്ന വിധത്തിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ അത്യാവശ്യം ഒരുപാട് അസിസ്റ്റൻസൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകും. ക്ലാസ് ഇവൻ്റ് ഉള്ള ദിവസങ്ങളിൽ ആ ക്ലാസ്സിൻ്റെ വർക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ 9 o'clock അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടാവും. അതിനൊക്കെ ഉള്ള ഒരുക്കങ്ങളിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ എൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് കുറച്ചും കൂടി ചെറിയൊരു ഏജ് ഗ്രൂപ്പാണ്. ഇവിടെ എൻ്റെ ഫോട്ടോയും എൻ്റെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ് ക്ലാസ് സാനിറ്റൈസ് ചെയ്യായിരുന്നു. അപ്പോൾ മോർണിംഗും ഈവനിങ്ങും നമ്മൾ ക്ലാസ് നിർബന്ധമായിട്ടും സാനിറ്റൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴേ കുട്ടികൾ വരുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം ചെക്ക് ലിസ്റ്റൊക്കെ ഫില്ലാക്കാൻ നോക്കി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും അണീവൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യുകയും കൂടി വേണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 4 ടേബിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു 4 ടേബിൾസിലേക്കും നമ്മൾ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസും അതുപോലെ ടേബിൾ ടോപ്പ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ മോർണിംഗ് കുട്ടികൾ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി ചൂസ് ചെയ്ത് അവരവിടെ ഇരുന്നോളും. മോർണിംഗ് ഒരു 7:30 to 8:30 വരെ വരുന്ന കുട്ടികൾക്ക് ഇതാണ് നമ്മൾ കൊടുക്കുക. എൻ്റെ ക്ലാസ്സിൽ യൂഷ്വലി കുട്ടികൾ 8 o'clock ആകുമ്പോഴൊക്കെ ആയിരിക്കും വരാറുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും സെൻസറി ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനുള്ളൊരു ഓപ്ഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിനുള്ള ഒരു ഓപ്ഷനേ സാധാരണ കൊടുക്കാറുള്ളൂ. കാര്യം അവർ ഇല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്ത് എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ സർക്കിൾ ടൈമിൽ എനിക്ക് വേണ്ട കോപ്പറേഷൻ കിട്ടില്ല. അപ്പോൾ ഒരു 8 o'clock ആയപ്പോൾ എൻ്റെ ഫസ്റ്റ് കുട്ടി വന്നിട്ടുണ്ട്. അവൻ വന്ന് അവനക്ക് ഇഷ്ടമുള്ളൊരു ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി ചെയ്യാണ്. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ടീച്ചേഴ്സ് ഡേയുടെ ഒരു റോസ് ഫ്ലവർ എൻ്റെ ക്ലാസ്സിലെ പാരൻറ്റ് തന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റൻറ്റ് ടീച്ചർ കൊണ്ടു തന്നു. അതിനുശേഷം ഒരു 8:30 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. കാര്യം ഇനി എൻ്റെ സർക്കിൾ ടൈമിൻ്റെ ടൈമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീക്കിലെ തീം എന്ന് പറയുന്നത് മൈ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സർക്കിൾ ടൈം ബോക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എന്തൊക്കെ ആണെങ്കിലും നമ്പേഴ്സ്, കളേഴ്സ്, ലെറ്റേഴ്സ് അത് നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ക്ലാസ്സിലിപ്പോൾ ഇതിപ്പോൾ നമ്മൾ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പോൾ 1 to 5 നമ്പേഴ്സേ റെക്കഗ്നിഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് കുറച്ച് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ ഫ്ലാഷ് കാർഡ്സ് ആണ്. മൈ കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ തീം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്.
അപ്പോൾ ഞാൻ ഇന്ന് ലെറ്റർ എയുടെ ജോളി ഫോണിക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർക്കിൾ ടൈം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോണിക്സ് സോങ്ങിന് ശേഷം തന്നെ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടാവും. അതായത് ആപ്പിൾ സോർട്ടിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ലെറ്റർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സർക്കിൾ ടൈം കഴിഞ്ഞ് കുട്ടികൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ലെറ്ററായും അതേപോലെ ബിഗ് ലെറ്ററായും സോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇതിന് ശേഷം അറ്റ്ലീസ്റ്റ് അവർ ലെറ്റർ എ എന്താണെന്നെങ്കിലും പഠിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർക്കിൾ ടൈമിന് ശേഷം വെറും 10 മിനിറ്റ്സ് എടുത്ത് കൊണ്ട് ചെയ്യുന്ന തന്നെ ഈ ഒരു ആക്ടിവിറ്റി സാധാരണ ഞാൻ സിമ്പിൾ ആക്കാറാണ് പതിവ്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് ഫ്രീ പ്ലേ ടൈമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തീം റിലേറ്റഡ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ വീക്കിലെ തീം മൈ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ആക്ടിവിറ്റി കമ്മ്യൂണിറ്റി കൊളാഷ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബ്ലൂ കളർ ചാർട്ട് പേപ്പറും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫോട്ടോസും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അവരിഞ്ഞൊരു കൊളാഷ് ഉണ്ടാക്കും. അപ്പോൾ ലാസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, അവരത്യാവശ്യം എല്ലാ കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്ത് ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടി. ഞാനതെൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തു. അത് കാണുമ്പോൾ നമുക്കും അവർക്കൊക്കെ ഒരു സന്തോഷം. അതിനുശേഷം ഒരു 10:20 നമ്മളിന്ന് റോൾ പ്ലേ ഏരിയയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്ത തീം എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. നമ്മൾ തീം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ റോൾ പ്ലേ ഏരിയയിലും നമ്മൾ ഹോസ്പിറ്റൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റോൾ പ്ലേ ഏരിയ. ഇതിൻ്റെ അകത്ത് ഓരോന്നിനും ഓരോ ക്യാബിനായിട്ട് നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റൽ ക്യാബിനുണ്ട്, അതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കിച്ചൺ കോർണർ ഉണ്ട്, ATM ബാങ്ക് കോർണർ ഉണ്ട്, ലൈബ്രറി ഏരിയ ഉണ്ട്. അങ്ങനെ ഓരോരോ ക്യാബിനായിട്ടാണ് ഇതിൻ്റെ അകത്ത് റോൾ പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹോസ്പിറ്റൽ ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാനിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. കാര്യം നമുക്ക് മുമ്പേ ഏതെങ്കിലും ക്ലാസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ റോൾ പ്ലേ ഏരിയയ്ക്ക് ശേഷം നമ്മൾ സയൻസ് ആക്ടിവിറ്റി ചെയ്തു. എല്ലാ ദിവസവും നമുക്കൊരു സയൻസ് ആക്ടിവിറ്റി ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സിങ്ക് ആൻഡ് ഫ്ലോട്ട് എക്സ്പെരിമെൻറ്റ് പോലത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് വോൾക്കാനോ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ഞാനെടുത്ത ഒരു വീഡിയോ ആണ്. ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കിൻഡർപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 1:30 ആയി. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്, അതായത് നമുക്കൊക്കെ ബ്രേക്ക് ആവുന്നൊരു ടൈമാണിത്. ഞങ്ങളപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം, നമുക്ക് വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ആവണമെങ്കിൽ അങ്ങനെ ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്കൊരു ഫിക്സഡ് ടൈം ഉണ്ട്, അതിൻ്റെ അകത്ത് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ ആരാടയുടെ സ്പിന്നീസിൽ പോയി അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ സാധാരണ ഇവിടെ വന്ന് ഫുഡ് വാങ്ങി കഴിക്കാറില്ല. ഇന്നിപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പോയി കുറച്ച് റൈസും ഒരിത്തിരി ചിക്കനും വാങ്ങി. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് നമുക്ക് പാക്ക് ചെയ്ത് നമ്മളെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് റൂമിലിരുന്നോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട്. കാര്യം ഞങ്ങൾ ടീച്ചേഴ്സ് കണ്ടുമുട്ടുന്ന വളരെ കുറച്ച് സമയം ഈ 1:30 ശേഷമുള്ള സമയമാണ്, അല്ലെങ്കിൽ പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ടൈമാണ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രെയറിന് വേണ്ടി പോയി. ഇപ്പോൾ ഓൾറെഡി ടൈം ഒരു 1:50 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പ്രെയർ ടൈം ആണല്ലോ. ഞാനപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു പ്രെയർ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾക്ക് അവിടെ ഒതുകൊടുക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുക ഒതുകൊടുക്കാനുള്ള ഈ ഒരു സ്പേസാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പേഴ്സണലായിട്ട് വല്ല ചപ്പലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ വെക്കാനായിട്ടുള്ളൊരു ക്യാബിൻ കൂടി കൊടുത്തിട്ടുണ്ട്.
ഇനി ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് നിസ്കരിക്കാനായിട്ടുള്ള ഒരു സ്പേസ്. ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് പ്രെയർ ക്ലോത്ത് ഇല്ല, അല്ലെങ്കിൽ പ്രെയർ ഡ്രസ്സ് ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഖുറാൻ ഇല്ല, അങ്ങനെയാണെങ്കിലും അതൊക്കെ അവിടെ നമുക്കുണ്ട്. അത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. യൂസ് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ തിരിച്ച് വെച്ചാൽ മതി. അതേപോലെ ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെയറും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഭയങ്കര സമാധാനമാണ്, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ്. കാര്യം നമ്മളുടെ ആ ഒരു ഡേയിലെ ഫുൾ സ്ട്രെസ്സ് വന്നിട്ട് വീഴുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തേക്ക് വന്നു. ഇവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ച് ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അത്യാവശ്യം എല്ലാ കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1:30 ശേഷം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ടൈമാണ്. നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ പാരൻസ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടാക്കാനാണെങ്കിലും, ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടാക്കാനാണെങ്കിലും, അങ്ങനെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടൈമാണ്. ഇനി എന്തെങ്കിലും അപ്കമിങ് ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു 1:30 ശേഷമുള്ള ടൈം അണ്ടിൽ 3:30 വരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോയത് എൻ്റെ ലെസൺ പ്ലാൻ, ഓഫ് കോഴ്സ് അത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് പോയത്. കാര്യം ലെസൺ പ്ലാൻ എപ്പോഴും നമ്മളൊരാഴ്ച മുമ്പ് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിന് കൊടുത്താലേ അവർക്ക് നെക്സ്റ്റ് വീക്കിനുള്ള ആക്ടിവിറ്റീസ് ഈ വീക്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബൈ വെനസ്ഡേ ഈവനിങ് എല്ലാ വീക്ക്ലി പ്ലാൻസും ലൈക്ക് ലെസൺ പ്ലാൻസും ഒക്കെ നമ്മൾ അസിസ്റ്റൻസിന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 3 o'clock ആയിട്ടുണ്ട്. എൻ്റെ വർക്കിംഗ് ടൈം അണ്ടിൽ 3:30 ആണ്. അപ്പോൾ നാളേക്കുള്ള ആക്ടിവിറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ലീഡ് അസിസ്റ്റൻറ്റ് ടീച്ചറിനെ വിളിച്ച് നമ്മൾ സംസാരിക്കണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ. അതേപോലെ നമ്മുടെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിനെ വിളിച്ച് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് അവർക്കൊരു ഫീഡ്ബാക്ക് കൂടി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസോഴ്സ് റൂമിൽ പോയി നാളത്തെ എൻ്റെ സ്റ്റോറി ടൈമിന് വേണ്ടൊരു ബുക്ക് എടുക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തിരുന്ന ബുക്ക് കമ്മ്യൂണിറ്റി തീം ആയതുകൊണ്ട് തന്നെ കരിവേർ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കായിരുന്നു. ആ ബുക്ക് ഇവിടെ കാണാനില്ല, ആരോ കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ബുക്ക് നോക്കി സെലക്ട് ചെയ്തു. അതെടുത്ത് നേരത്തെ തന്നെ നീക്കി വെച്ചു. കാര്യം നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് എത്താൻ വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബുക്കുകളൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം നേരത്തിനും കാലത്തിനൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള എൻ്റെ ദിവസം. ഇന്ന് 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എനിക്ക് ഇത്രയും റോസ് ഫ്ലവേഴ്സാണ് ഇന്ന് കിട്ടിയത് ടീച്ചേഴ്സ് ഡേയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ദിവസമാണ്. ഓഫ് കോഴ്സ് മോശമായിട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. ബട്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ഓക്കെ ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.